ഹായ് ഓൾ, ഈ വീഡിയോയിൽ നമ്മൾ ട്രാൻസിയൻറ്റ് കറണ്ട് എന്താണെന്നും അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസിയൻസ് കറണ്ടുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 4th സെമസ്റ്റർ ഇലക്ട്രോ ഡൈനാമിക്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിരന്തരമായിട്ട് പ്രീവിയസ് ഉള്ള ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാനുള്ളൊരു ടോപ്പിക്കാണ് എന്താണ് നമ്മുടെ ട്രാൻസിയൻറ്റ് കറണ്ട് എന്നും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസിയൻറ്റ് കറണ്ട് തന്നിട്ട് അത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അത് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് എന്താണ് ട്രാൻസിയൻറ്റ് കറണ്ട് നോക്കാം. ഇറ്റ് ഈസ് ദ ടെമ്പററി കറണ്ട് that exists in a circuit just after a change, like switching the circuit on or off. എന്താ പറയണത്? നമുക്കൊരു സർക്യൂട്ട് വിചാരിച്ചോ, ഒരു സർക്യൂട്ട് ഉണ്ട്. അതിലെന്തുണ്ട്? സർക്യൂട്ടിൽ സാധാരണ എന്തൊക്കെ എലമെൻറ്റ്സ് ഉണ്ടാവുക? നമ്മൾ നോർമൽ സർക്യൂട്ട് എടുത്ത് കഴിഞ്ഞാൽ അതിൽ റെസിസ്റ്റർ ഉണ്ടാവാം, കപ്പാസിറ്റർ ഉണ്ടാവാം, ഇൻഡക്ടർ ഉണ്ടാവാം. ഇതൊക്കെ ഉള്ളൊരു സർക്യൂട്ടാണ് വിചാരിച്ചു. ഒരു സർക്യൂട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? സ്വിച്ച് ഓൺ ചെയ്യാണ്. അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സർക്യൂട്ടിന് സ്റ്റേബിളായി വരാൻ, ഓക്കെ, ഒരു സർക്യൂട്ട് ഒരു സ്റ്റഡി സ്റ്റേറ്റിലേക്ക് എത്തുക എന്ന് പറയും നമ്മൾ. അതായത് ആ സർക്യൂട്ടിലൂടെ പാസ് ചെയ്യണ കറണ്ട് എന്ന് പറയണത് എന്താവുക? ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആവാം. അതിനെ നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ സ്റ്റഡി സ്റ്റേറ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മുടെ സർക്യൂട്ട് എന്ത് ചെയ്യും? കുറച്ച് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗ്രാജുവലി സ്റ്റഡി സ്റ്റേറ്റിലേക്ക് എത്തുന്ന രീതിയിൽ എന്ത് ചെയ്യും? മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഈ സമയത്ത്, അതായത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റഡി സ്റ്റേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ചെറിയൊരു ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ടൈം, ആ സമയത്ത് ആ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന കറണ്ടിനെ നമ്മൾ എന്ത് പറയുക? ട്രാൻസിയൻറ്റ് കറണ്ട് എന്ന് പറയുക. ഓക്കെ, അതിൽ മെയിനായിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്താണ്? ഇറ്റ് ലാസ്റ്റ് ഓൺലി ഫോർ എ ഷോർട്ട് ഡ്യൂറേഷൻ. ഓക്കെ, സ്റ്റഡി സ്റ്റേറ്റിലേക്ക് എത്തുന്നതിന് മുന്നേ ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? നമ്മുടെ ട്രാൻസിയൻറ്റ് കറണ്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ട്രാൻസിയൻറ്റ് കറണ്ടിനെ പറ്റി പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സർക്യൂട്ട് എലമെൻറ്റ്സ് ഉണ്ട്. എന്തൊക്കെയായിരുന്നു? നമുക്ക് റെസിസ്റ്റർ ഉണ്ട്, ആൻഡ് കപ്പാസിറ്റർ ഉണ്ട്, ആൻഡ് ഇൻഡക്ടർ ഉണ്ട് വിചാരിച്ചു. ഓക്കെ, ഈ സർക്യൂട്ടിലെ ശരിക്കും ട്രാൻസിയൻറ്റ് കറണ്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ട്രാൻസിയൻറ്റ് കറണ്ട് എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കപ്പാസിറ്ററും അതേപോലെ ഇൻഡക്ടറും ഒക്കെ ഉണ്ടല്ലോ. ഈ കപ്പാസിറ്റർ എന്താ ശരിക്കും ചെയ്യുക? നമ്മൾ സർക്യൂട്ട് ഓൺ ചെയ്യുന്ന സമയത്ത് ഈ കപ്പാസിറ്റർ എന്ത് ചെയ്യും? ഇറ്റ് വിൽ സ്ലോലി ഗെറ്റ് ചാർജ്ഡ്. ഓക്കെ, എന്ത് ചെയ്യും? മെല്ലെ ഇത് എന്ത് ചെയ്യും? ചാർജ്ഡ് ആവാൻ തുടങ്ങും അല്ലേ? ആൻഡ് ഇൻഡക്ടർ എന്താ ചെയ്യുക? ഇൻഡക്ടർ ഇതേപോലെ ഇൻഡക്ടർ എന്ത് ചെയ്യും? മെല്ലെ എന്ത് ചെയ്യും? ഇതിലുള്ള കറണ്ടിനെ എടുത്തിട്ട് കുറച്ച് എനർജി ഇങ്ങനെ സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇതാണ് സർക്യൂട്ടിൽ തുടങ്ങുമ്പോൾ സംഭവിക്കുക. അപ്പോൾ ഈ കപ്പാസിറ്ററിലും അതേപോലെ ഇൻഡക്ടറിലും എന്താവുന്നുണ്ട്? ഒരു കൈൻഡ് ഓഫ് എനർജി എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. ഈ എനർജി സ്റ്റോറേജിൻ്റെ ഭാഗമായിട്ടാണ് എന്തുണ്ടാവുക? നമ്മുടെ സർക്യൂട്ടിൽ ട്രാൻസിയൻറ്റ് കറണ്ട് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ എന്താവാം? എനർജി സ്റ്റോർ ചെയ്യാവാം, അല്ലെങ്കിൽ എന്താവാം? നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യണ സമയത്ത് എനർജി എന്താവാം? ഡിസ്ചാർജ് ചെയ്യുന്നതാവാം. ഓക്കെ, അപ്പോൾ എനർജി, അതായത് സ്റ്റോർഡ് എനർജീൻ്റെ രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്? ട്രാൻസിയൻറ്റ് കറണ്ട് ഉണ്ടാകുന്നത്. ബട്ട് നിങ്ങൾ നോക്കിയേ, നമ്മൾ റെസിസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, നമ്മൾ റെസിസ്റ്ററാണ് സർക്യൂട്ടിൽ എടുക്കുന്നത് വിചാരിച്ചു. ഓൺലി എന്താണ്? പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടാണ് ചോദിച്ചു. റെസിസ്റ്റർ മാത്രമേ ഒരു സർക്യൂട്ടിലുള്ളൂ. അങ്ങനെയുള്ള സർക്യൂട്ടിൽ നമുക്ക് ട്രാൻസിയൻറ്റ് കറണ്ട് ഉണ്ടാവുമോ? ഇല്ല, ട്രാൻസിയൻറ്റ് കറണ്ട് ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു റെസിസ്റ്റർ ഉണ്ട് വിചാരിച്ചോ, ഇതിലൂടെ എന്ത് ചെയ്യാണ്? വോൾട്ടേജ് ഇങ്ങനെ കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് ഇങ്ങനെ പാസ് ചെയ്യണം വിചാരിച്ചു. ആ സമയത്ത് ഈ റെസിസ്റ്റർ നെക്രോസ് ആയിട്ട് അല്ലെങ്കിൽ റെസിസ്റ്ററിൻ്റെ അടുത്ത് എനർജി എങ്ങനെയാണ് ഉണ്ടാവുക? ഈ റെസിസ്റ്ററിൽ ഹീറ്റ് എനർജിയാണ് മെയിനായിട്ട് ഉണ്ടാവുക അല്ലേ? ഈ ഹീറ്റ് എനർജി എന്ത് ചെയ്യും? ഈ റെസിസ്റ്റർ ഹീറ്റ് എനർജിനെ എന്ത് ചെയ്യും? ഡിസിപ്പേറ്റ് ചെയ്യും. ഓക്കെ, എന്ത് ചെയ്യില്ല? റെസിസ്റ്റർ എനർജിനെ സ്റ്റോർ ചെയ്ത് വെക്കണില്ല, ബട്ട് എന്താ ചെയ്യണത്? എനർജിനെ ഡിസിപ്പേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് നമ്മുടെ ഒരു പ്യൂർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ ശ്രദ്ധിക്കണം, പ്യൂർ റെസിസ്റ്റീവ് സർക്യൂട്ടാണ്, റെസിസ്റ്റർ മാത്രമുള്ളൊരു സർക്യൂട്ടിൽ എന്തുണ്ടാവില്ല? നമുക്ക് ട്രാൻസിയൻറ്റ് കറണ്ട് ഉണ്ടാവില്ല. സോ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഒരു പ്യൂർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ ട്രാൻസിയൻറ്റ് കറണ്ട് ഇല്ലാത്തത്? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ റീസണ് നമുക്ക് എഴുതേണ്ടി വരും കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഏതാണ്ട് ഒരു ട്രാൻസിയൻറ്റ് കറണ്ട് എന്താണെന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. നമുക്കൊരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസിയൻറ്റ് കറണ്ട് എന്താണെന്ന് നോക്കാം. നമുക്ക് മെയിനായിട്ട് 2 ടൈപ്പ് ഓഫ് ട്രാൻസിയൻറ്റ് കറണ്ടാണ് ഉള്ളത്. ഒന്ന് എന്താണ്? സിംഗിൾ എനർജി ട്രാൻസിയൻറ്റ്. ഓക്കെ, രണ്ടാമത്തെ എന്താണ്? ഡബിൾ എനർജി ട്രാൻസിയൻറ്റ്. അപ്പം എന്താണ് സിംഗിൾ എനർജി ട്രാൻസിയൻറ്റ് നോക്കാം നമുക്ക്. ഈ സിംഗിൾ എനർജി ട്രാൻസിയൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നമുക്ക് എന്തുണ്ട്? ഇൻഡക്ടർ അല്ലെങ്കിൽ കപ്പാസിറ്റീവ് സർക്യൂട്ടിലാണ് എന്തുണ്ടാവുക? ട്രാൻസിയൻറ്റ് കറണ്ട് ഉണ്ടാവുക. ഓക്കെ, നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ കപ്പാസിറ്റർ എടുക്കുകയാണെങ്കിൽ നമ്മളെ സർക്യൂട്ടിൽ കപ്പാസിറ്ററാണ് ഉണ്ടാവുക വിചാരിച്ചു. കപ്പാസിറ്റർ ആണെങ്കിലേ കപ്പാസിറ്ററിൽ എനർജി എങ്ങനെയാണ് സ്റ്റോർ ചെയ്യപ്പെടുക? എവിടെയാണ് എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നത്? ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിലല്ലേ? അത് കപ്പാസിറ്ററിൽ എനർജി സ്റ്റോർ ചെയ്യപ്പെടുക എവിടെയാണ്? ഒരു ഇലക്ട്രോ
സ്റ്റാറ്റിക് ഫീൽഡിലാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഇൻഡക്ടറിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാലോ, നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻഡക്ടർ എടുക്കുകയാണ്. ഇൻഡക്ടർ എടുത്തു കഴിഞ്ഞാൽ എനർജി എവിടെയാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിലാണല്ലോ. എവിടെയാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിലാണ് എന്ത് സ്റ്റോർ ചെയ്യപ്പെടുന്നത്? എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങളെ ഒരു സർക്യൂട്ട് എടുക്കുകയാണ്. ആ സർക്യൂട്ടിൻ്റെ ഭാഗമായിട്ട് ഉള്ള എനർജി ഏതെങ്കിലും ഒരു കൈൻഡ് ഓഫ് ഫീൽഡിൽ മാത്രമേ സ്റ്റോർ ചെയ്യപ്പെടുന്നുള്ളൂ. ഇപ്പോൾ ലൈക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൽ മാത്രമേ എന്ത് ചെയ്യപ്പെടുന്നുള്ളൂ? എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നുള്ളൂ. അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നുള്ളൂ. ഓക്കെ, കാര്യം ഇതാണ്, ഏത് വൺ ഓഫ് ദീസ് ഫീൽഡ്, ഏതെങ്കിലും ഒരു ഫീൽഡിൽ മാത്രമാണ് ഈ എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നെങ്കിൽ അത്തരം ഫീൽഡ്സ്, അത്തരം ട്രാൻസിയൻറ്റ് കറണ്ടിനെ നമ്മൾ എന്ത് പറയാം? സിംഗിൾ എനർജി ട്രാൻസിയൻറ്റ് എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ ആ പേരിൽ തന്നെ മനസ്സിലാവും, സിംഗിൾ എനർജി. എന്താണ്? ഏതെങ്കിലും ഒരു കൈൻഡ് ഓഫ് ഫീൽഡിലാണ് അവിടെ എന്ത് ചെയ്യപ്പെടുന്നത്? എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, എന്താണ്? ഏത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്. ആൻഡ് ഇതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് എന്തൊക്കെ എടുക്കാം? ഒന്നുകിൽ അതെന്ത്, ഒരു RL സർക്യൂട്ട്, എന്താണ്, ഒരു റെസിസ്റ്റൻസും ഇൻഡക്ടറുള്ള ഒരു സർക്യൂട്ട്, ആ RL സർക്യൂട്ട് ആവാം. അല്ലെങ്കിൽ എന്താവാം? ഒരു RC സർക്യൂട്ട് ആവാം. ഒരു കപ്പാസിറ്ററും ഒരു റെസിസ്റ്ററുള്ള ഒരു സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സിംഗിൾ എനർജി ട്രാൻസിയൻറ്റ് കേട്ടോ. ഇനി എന്താണ് ഡബിൾ എനർജി ട്രാൻസിയൻറ്റ്? നിങ്ങൾക്ക് ആ പേര് തന്നെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഡബിൾ എനർജി ട്രാൻസിയൻറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ സർക്യൂട്ടിൽ ബോത്ത് ഫീൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള എനർജി എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട് വിചാരിച്ചോ. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി ഉണ്ട് ഫീൽഡിൽ, അതേപോലെ തന്നെ എന്തുണ്ട്? ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ഉണ്ട് വിചാരിച്ചോ. അപ്പോൾ എന്തായി അവിടെ? ഡബിൾ എനർജി ആയല്ലോ. ഓക്കെ, ഇത്തരം ഫീൽഡിനെ അല്ലെങ്കിൽ ഇത്തരം സർക്യൂട്ടിനെ നമ്മൾ എന്ത് പറയാം? ഡബിൾ എനർജി ട്രാൻസിയൻറ്റ് എന്ന് പറയാം. എന്താണ്? നമ്മുടെ എനർജി ബോത്ത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിലും അതേപോലെ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിലും എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ള സർക്യൂട്ട്സിന് എക്സാമ്പിൾ എന്തായിട്ട് നമുക്ക് എടുക്കാം? നമ്മുടെ RLC സർക്യൂട്ട് അല്ലെങ്കിൽ LCS സർക്യൂട്ട് എന്ന് പറയാം. നോക്കി, ഇതിൽ ഇൻഡക്ടറും ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്? കപ്പാസിറ്ററും ഉണ്ട്. കപ്പാസിറ്റർ റിലേറ്റഡ് ആയിട്ട് എന്തുണ്ടാവും? നമുക്കവിടെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി ഉണ്ടാവും. ആൻഡ് ഇൻഡക്ടർ റിലേറ്റഡ് ആയിട്ട് നമുക്ക് എന്തുണ്ടാവും? ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ഉണ്ടാവും. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞതാണ് ഒരു ബ്രോഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസിയൻറ്റ് കറണ്ട് എന്ന് പറയുന്നത്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസിയൻറ്റിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പിന്നെയും ചെറുതായിട്ട് വേറെയും ക്ലാസിഫിക്കേഷൻസ് കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? അത്തരം ക്ലാസിഫിക്കേഷൻ എന്താവും നോക്കാം. അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ട്രാൻസിയൻറ്റ് കറണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇനീഷ്യേഷൻ ട്രാൻസിയൻറ്റ്. ഓക്കെ, എന്താണ് ഇനീഷ്യേഷൻ ട്രാൻസിയൻറ്റ്? നമ്മളിത് നോക്കിയാൽ അറിയാം. നമ്മൾ PYQ ഡയറക്റ്റ് ആയിട്ട് എന്താണ് ഇനീഷ്യേഷൻ ട്രാൻസിയൻറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളോട്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു സർക്യൂട്ട്, ഓക്കെ, അതെന്താണ്? ഇനീഷ്യലി ഡെഡ് ആ വിചാരിച്ചു. എന്തല്ല, സർക്യൂട്ട് എന്താണ്? ഡെഡാണ്, ആക്റ്റീവ് സർക്യൂട്ട് അല്ല. അങ്ങനെയുള്ളൊരു സർക്യൂട്ട് എന്ത് ചെയ്യാണ്? പെട്ടെന്ന് എനർജൈസ്ഡ് ആവുക. ഓക്കെ, ജസ്റ്റ് ലൈക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു സർക്യൂട്ട് അവിടെ ഉണ്ട്, നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യുക. ഇനീഷ്യലി എന്താണ്? അതിൽ സർക്യൂട്ടിലൂടെ എന്ത് പാസ് ചെയ്യുന്നില്ല? വോൾട്ടേജോ കറണ്ടോ ഒന്നും പാസ് ചെയ്യണില്ല, അത് ഡെഡായി കിടക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യണം? അതിന് സ്വിച്ച് ഓൺ ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സർക്യൂട്ടിൽ ഉണ്ടാവുന്ന ട്രാൻസിയൻറ്റ് കറണ്ടിനെ നമ്മൾ എന്ന് പറയാം ഇനീഷ്യേഷൻ ട്രാൻസിയൻറ്റ് എന്ന് പറയാം. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇങ്ങനെയുള്ള ഇനീഷ്യേഷൻ ട്രാൻസിയൻറ്റ് ഉണ്ടാകുന്ന സർക്യൂട്ട് എന്തായിരിക്കും? ഇനീഷ്യൽ അതെന്തായിരിക്കും? ഡെഡായിരിക്കും. പെട്ടെന്ന് അത് എന്ത് ചെയ്യും? എനർജൈസ്ഡ് ആവും. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് കൈൻഡ് ഓഫ് നമ്മൾ ട്രാൻസിയൻറ്റ് കറണ്ട് എന്ന് പറയുന്നത്. സെക്കൻഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സിഡൻസ് ട്രാൻസിയൻറ്റ്. എന്താ സബ്സിഡൻസ് ട്രാൻസിയൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ these are produced when an energized circuit is rapidly de-energized and reaches an eventual steady state. ഓക്കെ, എന്താണ് നമ്മുടെ സർക്യൂട്ട്? എന്താണ് നോർമലി അത് എന്താണുള്ളത്? ഒരു സ്റ്റഡി സ്റ്റേറ്റിലുള്ളത്. ഓക്കെ, അവിടെ നിന്ന് എന്തെയാണ്? അത് നമ്മൾ എനർജൈസ് ചെയ്യുക. ജസ്റ്റ് ലൈക്ക് നമ്മുടെ ഒരു സർക്യൂട്ട് ഉണ്ട്, നമ്മൾ എന്ത് ചെയ്യാം? ഒരു സ്വിച്ച് ഓഫ് ചെയ്യുക. സർക്യൂട്ട് സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യും? അയാളുടെ എനർജിയൊക്കെ എന്ത് ചെയ്യും? ഡീക്കേ ചെയ്യാൻ തുടങ്ങുമല്ലോ. ഇപ്പോൾ ഇൻഡക്ടർ ആണെങ്കിൽ ഇൻഡക്ടറിൻ്റെ എനർജി, അതേപോലെ കപ്പാസിറ്റർ ആണെങ്കിൽ കപ്പാസിറ്റർ ചാർജൊക്കെ എന്ത് ചെയ്യും? ഡീക്കേ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെ ഡീക്കേ ചെയ്തിട്ട് നമ്മൾ സാധാരണ സ്വിച്ച് ഓഫ് ചെയ്ത സർക്യൂട്ട് എന്താ സംഭവിക്കുക? സ്വിച്ച് ഓഫ് ചെയ്താൽ കുറച്ച് കഴിഞ്ഞ് എന്ത് ചെയ്യാൻ പാടില്ല? അതിലൂടെ ഒന്നും പാസ് ചെയ്യാൻ പാടില്ല. വോൾട്ടേജും കറണ്ടും ഒക്കെ എന്താവണം? 0 ആവണം. ഓക്കെ, അങ്ങനെ ഒരു സ്റ്റേറ്റിലേക്ക് ഇത് എത്തും. ഓക്കെ, അതിന് മുമ്പുള്ള ആ ഒരു കറണ്ടിനെ നമ്മൾ എന്ത് പറയാം? ട്രാൻസിയൻറ്റ് കറണ്ട്, അതായത് സബ്സിഡൻസ് ട്രാൻസിയൻറ്റ് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? സർക്യൂട്ട് എന്ത് ചെയ്യണം? നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യാണ്. എന്താണ്? ഒരു സ്റ്റഡി സ്റ്റേറ്റിലുള്ള ആളെ നമ്മൾ എന്ത് ചെയ്തു? പോയിട്ട് എനർജൈസ് ചെയ്തു. ഇത്ര സർക്യൂട്ടിനെ നമ്മൾ എന്ത് പറയാം? നമ്മുടെ സബ്സിഡൻറ്റ് ട്രാൻസിയൻറ്റ് എന്ന് പറയാം. ഇതിൻ്റെ എക്സാമ്പിൾ എന്താ? ഷോർട്ട് സർക്യൂട്ടിംഗ് ആൻഡ് RL ഓർ RC സർക്യൂട്ട്. എന്ത് ചെയ്യാണ്? RL അല്ലെങ്കിൽ RC സർക്യൂട്ടാണ് നമ്മൾ എന്ത് ചെയ്യാണ്? ഷോർട്ട് സർക്യൂട്ട് ചെയ്യാണ്.
ഓക്കെ, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാറ്റഗറി. മൂന്നാമത്തെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസിഷൻ ട്രാൻസിയൻറ്റ്. ഓക്കെ, നിങ്ങൾക്ക് ആ പേരിന്ന് മനസ്സിലാവും കുറച്ച് കാര്യങ്ങൾ. എന്താണ് ട്രാൻസിഷൻ ട്രാൻസിയൻറ്റ്? എന്തോ കൈൻഡ് ഓഫ് ട്രാൻസിഷനാണ് എന്ത് ചെയ്യണത് അവിടെ നടക്കുന്നത്. എന്ത് ട്രാൻസിഷനാണ്? ദീസ് ആർ ഡ്യൂ ടു സഡൻ ബട്ട് എനർജറ്റിക് ചേഞ്ചസ് ഫ്രം വൺ സ്റ്റഡി സ്റ്റേറ്റ് ടു അനദർ. എന്താണ്, നമുക്ക് ഒരു സ്റ്റഡി സ്റ്റേറ്റ് ഉണ്ട്, എന്ത് ചെയ്യാണ്, മറ്റൊരു സ്റ്റഡി സ്റ്റേറ്റിലേക്ക് ഈ സർക്യൂട്ട് പോവുകയാണ്. ആ സമയത്ത് അവിടെയുള്ള നമ്മുടെ ട്രാൻസിയൻറ്റ് കറണ്ടിനെയാണ് എന്ത് പറയുക, ട്രാൻസിഷൻ ട്രാൻസിയൻറ്റ് എന്ന് പറയുക. ഓക്കെ, എന്താ ചെയ്യണത്, ഒരു സ്റ്റഡി സ്റ്റേറ്റിന് എന്ത് ചെയ്യാണ്, മറ്റൊരു സ്റ്റഡി സ്റ്റേറ്റിലേക്ക് പോവുക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് കാറ്റഗറി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോംപ്ലക്സ് ട്രാൻസിയൻറ്റ്. എന്താണ് കോംപ്ലക്സ് ട്രാൻസിയൻറ്റ്? അതെന്താണ്? ദീസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ എ സർക്യൂട്ട് വിച്ച് ഇസ് സൈമൾട്ടേനിയസ്ലി സബ്ജക്റ്റഡ് ടു ടു ട്രാൻസിയൻസ് ഡ്യൂ ടു ടു ഇൻഡിപെൻഡൻറ്റ് ഡിസ്റ്റർബൻസസ്. ഓക്കെ, എന്താണ്, രണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ രണ്ട് കൈൻഡ് ഓഫ് ട്രാൻസിയൻറ്റ് ഒരു സർക്യൂട്ടിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാം, കോംപ്ലക്സ് ട്രാൻസിയൻറ്റ് എന്ന് പറയാം. നമ്മുടെ RLC സർക്യൂട്ടൊക്കെ എന്താണ് ഇതിന് എക്സാമ്പിളാണ്. കാരണം എന്തുണ്ട്, അവിടെ ഇൻഡക്റ്റർ ഡ്യൂ ടു ഉള്ള ട്രാൻസിയൻറ്റും ഉണ്ടാവും, അതേപോലെ കപ്പാസിറ്റർ കൊണ്ടുള്ള ട്രാൻസിയൻറ്റും ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെയുള്ള സർക്യൂട്ട്സിനെയാണ് പറയുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ട്രാൻസിയൻറ്റ് കറണ്ടിയാണ് നമ്മൾ എന്ത് പറയാം, കോംപ്ലക്സ് ട്രാൻസിയൻറ്റ് എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ ഇതിൽ വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ട്രാൻസിയൻറ്റ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യണ ആ ഡിസ്റ്റർബൻസ് ഉണ്ടല്ലോ, അതെന്താവുക, അത് തന്നെ ഒരു വേരിയബിൾ ആവുക. ഓക്കെ, അങ്ങനെയുള്ള കേസിൽ എന്തുണ്ട്, നമ്മുടെ കോംപ്ലക്സ് ട്രാൻസിയൻറ്റ് കറണ്ട് ഉണ്ടാവും. ഓക്കെ, ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ RLC സർക്യൂട്ട് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത കാറ്റഗറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, റിലാക്സേഷൻ ട്രാൻസിയൻറ്റ്. ഓക്കെ, പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്തോ കൈൻഡ് ഓഫ് റിലാക്സേഷൻ ആണ് നമ്മുടെ സർക്യൂട്ടിൽ നടക്കുന്നത്. എന്താണ്, ഇൻ ദീസ് ട്രാൻസിയൻറ്റ് ദ ട്രാൻസിഷൻ ഓക്കേഴ്സ് സൈക്ലിക്കലി ടുവേർഡ്സ് സ്റ്റേറ്റ്സ് വിച്ച് വെൻ റീച്ച്ഡ് ബിക്കം അൺസ്റ്റേബിൾ ദംസെൽഫ്. അപ്പോൾ റിലാക്സേഷൻ ട്രാൻസിയൻറ്റ് എന്താണ്, ഈ കേസിൽ നമ്മുടെ ട്രാൻസിഷൻ എങ്ങനെയാണ്, ദ ട്രാൻസിഷൻ ഓക്കേഴ്സ് സൈക്ലിക്കലി ടുവേർഡ്സ് സ്റ്റേറ്റ്. ഓക്കെ, സൈക്ലിക്കലി ആണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസിഷൻ അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ട്രാൻസിഷൻ കറണ്ടിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ ഒന്ന് ഇനീഷ്യേഷൻ ട്രാൻസിയൻറ്റ്, ഇതെന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ ട്രാൻസിഷൻ ട്രാൻസിയൻറ്റ്, ഇതെന്താണ്, ഈ രണ്ട് കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ട്രാൻസിയൻറ്റ് കറണ്ട് എന്താണെന്നുള്ളതിനെ പറ്റി പറയാനുള്ളതും. ആൻഡ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.